ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളെ വിൻഡോസിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സ് ചെക്കിങ് കഴിഞ്ഞു. അതിൻ്റെ വയറിംഗ് ആണ് അല്ലേ. വിൻഡോസിന് നമ്മൾ സെലക്ടർ സ്വിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഫാൻ മോട്ടോർ ചെക്ക് ചെയ്ത് അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, റണ്ണിങ് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. സ്പീഡ് എങ്ങനെയാണ്, എന്നിട്ട് ഫാൻ മോട്ടറിൻ്റെ വയറിങ് സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ് വയറിങ് എങ്ങനെയാണ് ചെയ്യുക നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ കമ്പസറിൻ്റെ മുകളിലേക്കുള്ള വയറിങ്, സെലക്ടർ സ്വിച്ച് കൂടെ കമ്പസർ ഓണാക്കുന്നത് അല്ലേ. തെർമോസൈൽ സെലക്ടർ സ്വിച്ച് കൂടെ വെച്ചിട്ട് കമ്പസർ ഓണാക്കുന്ന വയറിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. അതുപോലെ ഫാനിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് ഫാൻ കപ്പാസിറ്റി വയറിങ്ങും കമ്പസർ കപ്പാസിറ്റി വെച്ചിട്ട് കമ്പസറിൻ്റെ വയറിങ്ങും നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇന്ന് എടുക്കാൻ പോകുന്നത് വിൻഡോസിൻ്റെ ഫുൾ വയറിംഗ് ആണ്. അതായത് എയർസിങ് മോട്ടർ വരുന്നത്. എയർസിങ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം, ഞാൻ പറഞ്ഞ എയർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സാധനം. അതിൻ്റെ മോട്ടറും അതിൻ്റെ സ്വിച്ചും അതൊക്കെ മൊത്തം വയറിംഗ് ആണ്. PSC കംപ്രസറും PSC ഫാൻ മോട്ടറും. എന്താ PSC കംപ്രസർ? ഒരു റണ്ണിങ് കപ്പാസിറ്റർ മാത്രമുള്ള കംപ്രസറിന് എന്ത് പറയുക, മോട്ടറിനാണ് എന്ത് പറയുക, PSC മോട്ടർ. ഫാൻ മോട്ടർ ആയാലും ഒരു റണ്ണിങ് കപ്പാസിറ്റർ മാത്രമുള്ള എന്ത് ചെയ്യുക, അതാണ് പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ. ഒരു റണ്ണിങ് കപ്പാസിറ്റർ മാത്രം ഉണ്ടാവും മോട്ടറിൽ. അപ്പോൾ ഫാനിൻ്റെ മോട്ടറും PSC ആണ്, കംപ്രസറിൻ്റെ മോട്ടറും PSC ആണ്. അപ്പോൾ കംപ്രസറിനും ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, ഫാനിനും ഒരു റണ്ണിങ് കപ്പാസിറ്റർ ഉണ്ടാവും. രണ്ടിനും ഓരോ റണ്ണിങ് കപ്പാസിറ്റർ വെവ്വേറെ ഉണ്ടാവും. ചില വിൻഡോസിൽ ഫാൻ മോട്ടറും കംപ്രസറൊക്കെ ഒന്നിച്ചുള്ളതുകൊണ്ട് ചില വിൻഡോസിൽ നിന്നുണ്ടാവും ആ രണ്ട് കപ്പാസിറ്റർ വെവ്വേറെ ഉള്ളത് ഒഴിവാക്കി എന്ത് ചെയ്യും, ഒറ്റ കപ്പാസിറ്ററായിട്ട് കൊടുക്കും. അത്ര ഒറ്റ കപ്പാസിറ്റർ ഫാനിനും കംപ്രസറിനും. അതിന് കമ്പൈൻഡ് കപ്പാസിറ്റർ, നമുക്ക് കമ്പൈൻഡ് കപ്പാസിറ്റർ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് കമ്പൈൻഡ് കപ്പാസിറ്റർ. കമ്പൈൻഡ് കപ്പാസിറ്റർ കുറച്ച് വീതി ഉണ്ടാവും, 3 ടെർമിനൽ ഉണ്ടാവും. നടുവിൽ ഒരു 4-5 ടെർമിനലായിട്ടൊരു നടുവിൽ സാധനം ഉണ്ടാവും. ഒരു കുറേ കണക്ടർ സാധനം എന്ന് പറഞ്ഞാൽ കണക്ടറുള്ള ഒരു കുറ്റി. പിന്നെ ഇപ്പുറത്തൊരു കണക്ടർ ഉണ്ടാവും, 2 കുറ്റിയുള്ള, ഇപ്പുറത്തെ ഒരു 3 കുറ്റിയുള്ള കണക്ടർ ഉണ്ടാവും. വേറെ മൊത്തം 3 ടെർമിനൽ വലിയ ടെർമിനൽ ഉണ്ടാവും. അങ്ങനത്തെ കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്ന ലൈൻ, ഇപ്പോൾ ഇവിടെ കപ്പാസിറ്ററിലേക്ക് കൊടുത്ത ലൈൻ ഇതിപ്പോൾ 2 കുറ്റിയുള്ളതാണ് അല്ലേ. ആ 3 കുറ്റിയുള്ള കപ്പാസിറ്റർ ആണെങ്കിൽ അതിന് കംപ്ലൈൻ്റ് അല്ല കേട്ടോ, കമ്പൈൻഡ് 2 കപ്പാസിറ്റർ കമ്പൈൻഡ് ചെയ്ത് കൂടി ചേർന്നത്. അങ്ങനത്തെ കപ്പാസിറ്ററിൻ്റെ അതിൻ്റെ സെൻറ്ററാണ് അതിൻ്റെ ഇൻ. സപ്ലൈ കപ്പാസിറ്റി വരുന്ന ലൈനാണെന്ത്, സെൻറ്റർ അതിൻ്റെ ഇന്നാണ് നടുവിലുള്ളത്. പിന്നെ 5 MFD ഏരിയൻ്റെ ഒരു കപ്പാസിറ്റർ ഫാനിലേക്കുള്ളതും ആ 35 MFD കപ്പാസിറ്റർ ഉള്ളത് കമ്പസറിലേക്കുള്ളതാണ്. ഔട്ട് 2 ഔട്ട്, സെൻറ്ററിൽ ഇന്ന് വരും 2, ഒന്ന് ഫാനിലേക്കുള്ള ഔട്ടും ഒന്ന് കമ്പസറിലേക്കുള്ള ഔട്ടും. അങ്ങനത്തെ അപ്പോൾ 2 വെവ്വേറെ കപ്പാസിറ്റർ കൊടുക്കണ്ട, ഒറ്റ കപ്പാസിറ്ററിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അങ്ങനത്തെ വയറിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വയറിങ് നോക്കുകയാണ്. ഇതിപ്പോൾ സെപ്പറേറ്റ് കപ്പാസിറ്റർ, ഫാനിൻ്റെ റണ്ണിങ് കപ്പാസിറ്റർ, കമ്പസറിൻ്റെ വേറെ റണ്ണിങ് കപ്പാസിറ്റർ. കമ്പസറിൻ്റെ ഒരു 35 MFD ഉണ്ടാവും, ഇതിനൊരു 3 അല്ലെങ്കിൽ 5 MFD ആണ് ഫാൻ മോട്ടറിന് വരിക. നോക്കുക, L1 സപ്ലൈ ലൈൻ, ഒരു ലൈൻ നോക്കുക. ഒരു ലൈൻ സെലക്ടർ സ്വിച്ചിലേക്ക് വന്നു. ആ ലൈൻ L1 തന്നെ നേരെ എയർസിങ് സ്വിച്ച്, ഇങ്ങനെ കളിക്കുന്ന സ്വിച്ച്, അതിൻ്റെ സ്വിച്ചാണ്. ആ എയർസിങ് സ്വിച്ച് കൂടെ നേരെ എയർസിങ് മോട്ടറിലേക്ക് കൊടുത്തു. അതുപോലെ സെലക്ടർ സ്വിച്ചിൽ നിന്ന് കമ്പസറിലേക്കുള്ള ലൈൻ എന്താ വരുന്നത്, നേരെ തെർമോസ്റ്റാറ്റ് വഴി നേരെ കമ്പസറിൻ്റെ കോമണിലേക്ക് എത്തി. അപ്പോൾ ഒരു ലൈൻ സെലക്ടർ സ്വിച്ച് കൂടെ എയർസിങ് സ്വിച്ച്, എയർസിങ് മോട്ടർ, അതേപോലെ കമ്പസറിൻ്റെ സ്വിച്ചായ തെർമോസ്റ്റാറ്റിൽ കൂടെ എന്ത് ചെയ്യുക, ഒരു ലൈൻ കമ്പസറിൻ്റെ കോമണിലേക്ക് എത്തി, ഒരു ലൈൻ ഓക്കെ. അതേപോലെ ഫാനിലേക്കുള്ള ലൈൻ സ്പീഡ് 3 സ്പീഡ്, ഈ കോമണിലേക്ക് പകരം എന്ത് ചെയ്യുക, ഫാനിൻ്റെ 3 സ്പീഡ്. അപ്പോൾ L1 കോമണിൻ്റെ ഫാൻ മോട്ടറിലേക്കുള്ള 3 സ്പീഡിലേക്ക്, 1, 2, 3 സ്പീഡിലേക്ക് എന്തായി ഫാൻ മോട്ടറായി. അപ്പോൾ ഒരു ലൈൻ L1 എല്ലാത്തിലേക്കും ഓക്കെ. ഒന്നുകൂടി പറയാം, L1 സെലക്ടർ സ്വിച്ച് കൂടെ കമ്പസറിലേക്ക് വന്നു, കമ്പസറിൻ്റെ കോമണിലേക്ക്, തെർമോസ്റ്റാറ്റ് വഴി കമ്പസറിൻ്റെ കോമണിലേക്ക് എത്തി, എയർസിങ് സ്വിച്ച് വഴി എയർസിങ് മോട്ടറിലേക്ക് എത്തി, 3 സ്പീഡായിട്ട് ഫാൻ മോട്ടറിലേക്കും L1 ഒരു ലൈൻ എത്തി, ഒരു ലൈൻ ഓക്കെ. ഇനി രണ്ടാമത്തെ ലൈൻ L2 ആണ്. L2 നേരെ ഫാനിൻ്റെ കപ്പാസിറ്റിക്ക് കൊടുത്തു, ഇന്നിന്ന് റണ്ണിങ്ങിലേക്ക് പോയി. പ്രത്യേകം ശ്രദ്ധിക്കുക, കപ്പാസിറ്റർ ഇന്നിലേക്ക് കൊടുക്കുന്ന അതേ ലൈനാണ് അടിക്ക് പോകണം, റണ്ണിങ്ങിലേക്ക് പോകണം. എല്ലാ മോട്ടറും റണ്ണിങ് കപ്പാസിറ്ററിൻ്റെ എവിടെയാണ് കണക്ഷൻ കൊടുക്കുന്നത് ആ പോയിന്റിന് റണ്ണിങ്ങിലേക്ക് പോകണം. വന്ന പോയിന്റിൽ നിന്ന് എന്തായി, റണ്ണിങ്ങിലേക്ക് പോയി. കപ്പാസിറ്ററിൻ്റെ ഔട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് പോയി. അപ്പോൾ ഫാൻ മോട്ടറിലേക്ക് L1 സ്പീഡിൽ കൂടെയും L2 നേരെ കപ്പാസിറ്റി കൂടെ എന്ത് ചെയ്യും, ഇവിടേക്കും എത്തി. ഇനി ഇതേ ലൈൻ L2 തന്നെ നേരെ എന്ത് ചെയ്യുക, ഈ റണ്ണിങ് കപ്പാസിറ്റി വന്ന അതേ ലൈൻ തന്നെ കമ്പസറിൻ്റെ റണ്ണിങ് കപ്പാസിറ്റിയിലേക്ക് എത്തി. കപ്പാസിറ്ററിൻ്റെ ഇന്ന് തന്നെ ഇടയ്ക്ക് പോയിട്ടുണ്ട്, 6ലേക്ക് പോയിട്ടുണ്ട്.
ഇന്നും തന്നെ കമ്പസർ റണ്ണിങ്ങിൽ വന്ന സ്ഥലത്ത് എന്തായി, ആറിലേക്ക് പോയി. ഇൻ കപ്പാസിൻ്റെ ഇന്നിലേക്ക് വന്നു, ഇന്നിന്ന് തന്നെ ഇടയ്ക്ക് പോയി റണ്ണിങ്ങിൽ, കമ്പസിൻ്റെ റണ്ണിങ്ങിലേക്ക് പോയി. കപ്പാസിൻ്റെ ഔട്ട് ഇത് ഇന്നാണ്, കപ്പാസിൻ്റെ ഔട്ടിൻ്റെ അവിടേക്ക് പോയി, കമ്പസിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്കും പോയി. പിന്നെ ഇതേ ലൈൻ, ഈ വന്ന ലൈൻ ഒരു ജംഗ്ഷൻ പോലെ എടുത്തില്ല, എയർസിങ് മോട്ടറിലേക്ക് എന്തായി കണക്ഷനായി. അപ്പോൾ ഇത്രയാണ് ഒരു വിൻഡോസിൻ്റെ വയർ. വിൻഡോസിൻ്റെ സെലക്ടർ സ്വിച്ച്, ഫാൻ മോട്ടറിൻ്റെ റണ്ണിങ് കപ്പാസിറ്റർ, കമ്പസിൻ്റെ റണ്ണിങ് കപ്പാസിറ്റർ, എയർസിങ് സ്വിച്ച്, എയർസിങ് മോട്ടർ. അപ്പോൾ എയർസിങ് മോട്ടറിലേക്ക് L2 ഈ വഴി വന്നിട്ട് വന്ന പോയിന്റ് എന്തായി, എയർസിങ് മോട്ടറിലേക്കും സപ്ലൈ എത്തി. ഓക്കെ, ഇതാണ് ഒരു വിൻഡോസിൻ്റെ PSC ഫാൻ മോട്ടറും PSC കമ്പസറും ഉള്ള ഒരു വിൻഡോസിൻ്റെ വയറിങ് ഈ രീതിയാണ്. അതൊന്ന് നോക്കിയിട്ട് ഒന്നുകൂടി സംശയമുണ്ട്. ഒന്നുകൂടി പറയാം, സെലക്ടർ സ്വിച്ച് വഴി L1 സെലക്ടർ സ്വിച്ച് വഴി ഫാനിൻ്റെ 3 സ്പീഡിലേക്ക് എത്തി. ഒരു ലൈൻ നേരെ തെർമോസ്റ്റാറ്റ് വഴി കമ്പസറിലേക്ക് എത്തി. ഒരു ലൈൻ എയർസിങ് സ്വിച്ച് വഴി എയർസിങ് മോട്ടറിലേക്ക് ഒരു ലൈൻ എത്തി. L2 കപ്പാസിറ്റർ വഴി റണ്ണിങ്ങിലേക്കും സ്റ്റാർട്ടിങ്ങിലേക്കും പോയി. അതേ ലൈൻ തന്നെ കമ്പസറിൻ്റെ കപ്പാസിറ്റിലേക്ക് എത്തി, റണ്ണിങ്ങിലേക്കും സ്റ്റാർട്ടിങ്ങിലേക്കും പോയി. ഇതേ ലൈൻ L2 തന്നെ നേരെ എയർസിങ് മോഡലിലേക്ക് എത്തി. അതാണ് ഒരു വിൻഡോസിൻ്റെ PSC ഫാൻ മോട്ടറും PSC കമ്പസറുള്ള ഒരു ഏസിൻ്റെ വയറിങ്. ക്ലാസ് മതി. ഓക്കെ.